15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. മഞ്ഞുരുങ്ങും കാലത്തില് ജാനിക്കുട്ടിയായിട്ടും കറുത്തമുത്തിലും മുത്തുമോളൊക്കെ ആയിട്ടും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഹെസിയ. വേദവ്യാസൻ. ജെൻസി കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പേരുമായിട്ട് മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പഴഞ്ചൻ പേരായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി എന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാനങ്ങനെ സ്കൂളുമായിട്ട് അറ്റാച്ച്മെന്റ് ഭയങ്കര കുറവായിരുന്നു. ഞാൻ മഞ്ഞുരും കാലത്തിലുണ്ടായിരുന്നവരെല്ലാവരും എന്നെ കർത്തമത്തിലുള്ള മഴവരും മുമ്പിലുള്ള ഒരുപാട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പേരൊക്കെ മാറി. വില്ലൻ ഷെയ്ഡിൽ നിന്നും ഒരു നന്മയോളിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത്തിരി ഓവർ നന്മയാ. ഇപ്പൊ വീട്ടിൽ അലീന ഞാനാ. തൂത്ത് തുടയ്ക്കുന്നു, തേങ്ങ ചിരണ്ടുന്നു, എല്ലാ പണിയെടുക്കും. റേപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് ചെയ്തില്ല. ചെയ്തില്ല. എനിക്ക് കിട്ടിയതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് റോഹിത്. ഏത് ഇമോഷനും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യും. ദേഷ്യം അതാകുമ്പോ പെട്ടെന്ന് എന്റെ വായിൽ നിന്ന് വന്നു. കരച്ചിലൊക്കെ പാടാ. വേറെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ ഇടാലോ. അത് ശരിയാ. അലീനയും ദേവിയിൽ നിന്ന് സംസാരിക്കുന്ന രോഹിത്തിന്റെ കാര്യമാണ്. എന്നെ ഇപ്പൊ ശരിക്കും വിളിച്ചാലും ഞാൻ ദ്രോഗിന്നാ വിളിക്കുന്നത്. അതന്നെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടാ വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാകുന്ന ഒരു വ്യക്തിയാ. ഇത് ആൾക്കാർ വിചാരിക്കും ശരിക്കും രണ്ടുപേർക്കും ഒരു ചെറിയ ടാസ്ക്. ഒരു കഥ പറയണം. ഒരു കൊതുക് കാരണം പിരിഞ്ഞു പോകേണ്ടി വന്ന കാമുകന്റെയും കാമുകിയുടെയും കഥ. ഒരിടത്തൊരിടത്തൊരു കൊതുകുണ്ടായിരുന്നു, ഒരു കാമുകനും ഉണ്ടായിരുന്നു, ഒരു കാമുകിയും ഉണ്ട്. ഒരു ദിവസം ഭയങ്കരമായിട്ട് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് ചിന്തിക്കാറില്ല, അങ്ങനെ ആയിരിക്കുമല്ലോ. എന്റെ കണ്ണ് നിറഞ്ഞാൽ അടിച്ചോ? കൊന്നു കണ്ണ് താനെയോ? കണ്ണീര് അല്ല കണ്ണ് നിറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ലേ? ഇങ്ങനൊന്നും അല്ലല്ലോ നീ ഇപ്പൊ പറഞ്ഞ്. ആ താലിച്ചരട്. ഞാനോ? ആ താലിച്ചരട്. അസലോ? താലി. ആയി. താലി. ഹാർട്ട്. ലവ്. നെഞ്ച്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് മുഖങ്ങളെയാണ് ഞാൻ എന്റെ മുന്നിൽ കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. വേറെ ആരുമല്ല, വേദവ്യാസൻ ആൻഡ് ഹെസിയ. വേദവ്യാസൻ. ഈ പേര് എവിടെ നിന്നാ? പേര് അച്ഛനമ്മ ഇട്ട പേര്. കൾച്ചറൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. എന്താ പറയാ, ജെൻസി കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പേരുമായിട്ട് മുന്നോട്ട് പോകുമ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു പഴഞ്ചൻ പേരായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി എന്നെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ രസമുണ്ട്, നമുക്ക് അധികം കേൾക്കാത്ത പേരല്ലേ. എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ റിയൽ നെയിം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് വേദവ്യാസം നമ്മൾ പെട്ടെന്ന് യുണീക്ക് ആയതുകൊണ്ട് ഇനി മറക്കത്തില്ല. അങ്ങനെ ഒരു സാധനം അങ്ങനെ വളരെ നല്ലൊരു കാര്യം അത്. അതുകൊണ്ട് എന്നെ ഒരാൾ ഒരു വട്ടം പരിചയപ്പെട്ട പിന്നെ പെൺപിള്ളേരുടെ പേരാ വേദ. ഇത് വേദവ്യാസ്. നമ്മുടെ മഞ്ഞുരുങ്ങും കാലത്തില് ജാനിക്കുട്ടിയായിട്ടും അതുപോലെ തന്നെ കറുത്തമുത്തിലും മുത്തുമോളൊക്കെ ആയിട്ടും നമ്മുടെ സ്ക്രീനിൽ നിറഞ്ഞു നിന്ന ഒരാളാണ് ഹെസിയയുടെ. ഒരു ചൈൽഡ്ഹുഡ്, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഒരു സെറ്റിൽ വളർന്നതിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എങ്ങനെയാണ്? അങ്ങനെ ചോദിച്ചാ ഞാൻ അങ്ങനെ സ്കൂളുമായിട്ട് അറ്റാച്ച്മെന്റ് ഭയങ്കര കുറവായിരുന്നു കൊച്ചിലെ. അപ്പോൾ മോസ്റ്റ്ലി എല്ലാവരുമായിട്ട് ഇപ്പൊ ഞാൻ മഞ്ഞുരും കാലത്തിലുണ്ടായിരുന്നവരെല്ലാവരും എന്നെ കർത്തമത്തിലുള്ള മഴവരും മുമ്പിലുള്ള. അപ്പൊ അവരൊക്കെ ആയിട്ട് ഒരുപാട് പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പേരൊക്കെ മാറി. ഇപ്പൊ കുറെ പേര് ആയിട്ട് കമ്പനി ഉണ്ട്. പിന്നെ എന്താ പറയാ, അങ്ങനെ കൊച്ചിൽ കളിച്ച് നടക്കാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഷൂട്ടിങ് പോകുന്നു, രാവിലെ എണീക്കുന്നു, ഷൂട്ടിങ്ങിന് പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ ഭയങ്കര എന്താ പറയാ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളായിരുന്നു. പക്ഷെ എനിവേ അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി ആവുമായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പൊ നോർമലുള്ള ചൈൽഡ്ഹുഡ് മിസ് ആയിട്ടുണ്ടോ? ഈ സ്കൂളിലെ ടൂറൊക്കെ പോകാൻ പറ്റാത്തതുകൊണ്ട് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ മിസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവരും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പൊ ഷൂട്ടിംഗ് സെറ്റിലുള്ള കൊച്ചിലായപ്പോൾ എല്ലാവരും എന്നോട് ഭയങ്കര കാര്യമുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നിങ്ങളിപ്പോ പുറത്തു പോയപ്പോ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു ഫാൻ മൊമെന്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും രണ്ടുപേർക്കും പറയാൻ പെട്ടെന്ന് ഓർക്കുമ്പോ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഒരു നിമിഷം ഉണ്ടായി. പറഞ്ഞോ. ഞാൻ മെട്രോയിൽ വരുമായിരുന്നു.
അപ്പോൾ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറേ ഫാമിലീസ്. അപ്പം ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഷൈ ആയിപ്പോയി. അമ്മയാണെങ്കിൽ എന്നെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര, ഈ അമ്മ എന്നെ നോക്കി ഭയങ്കര പൊട്ടിച്ചിരിയായിരുന്നു. ഞാനിങ്ങനെ എല്ലാവരും നോക്കി ചിരിക്കുന്നു. അവസാനം എല്ലാവരും വന്നു, എല്ലാവരും ഒന്ന് ഫോട്ടോ എടുത്തു. ഞാൻ എത്തുന്നവരെ എല്ലാവരും എൻ്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുത്തു. നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് രേവതിക്കുട്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ. ഈ അടുത്ത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംസാരിച്ച നമ്മുടെ കലാരഞ്ജിനി ചേച്ചിയില്ലേ, അപ്പോൾ പുള്ളിക്കാരിയായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പോൾ പുള്ളിക്കാരി നമ്മുടെ സീരിയലിനെ കുറിച്ചും എൻ്റെ ക്യാരക്ടറിനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല പുള്ളിക്കാരിക്ക് ഇത് നമ്മുടെ വർക്ക് കണ്ടു നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ കൂടുതലൊരു ഭാഗ്യം എനിക്ക് കിട്ടാറില്ല. അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഞാനൊക്കെ ചെറുപ്പം മുതലേ കണ്ട് നമ്മൾ അവരുടെ അഭിനയമൊക്കെ കണ്ട് എന്തോ ചിരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് തന്നെ നമ്മൾ ഒരു സിനിമ കണ്ട് ഭയങ്കരമായിട്ട് ചിരിച്ച് അതിന്റെ ഇത് കണ്ടിട്ട് അങ്ങോട്ട് വിളിച്ച് പറയാൻ പറ്റണം എന്നുള്ളൊരു ഇതിൽ ഇരുന്നേ. പക്ഷെ എനിക്ക് നമ്പറൊന്നുമില്ലല്ലോ വിളിക്കാൻ. പക്ഷെ പുള്ളിക്കാരി നമ്മുടെ ഇങ്ങനെ സംസാരിച്ചു, ഭയങ്കര സന്തോഷം. അതായിരിക്കണം ഈ അടുത്ത് നടന്നതിൽ എൻ്റെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയൊരു ഭാഗ്യം. നിങ്ങളുടെ ഇപ്പോഴത്തെ സീരിയലിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കപ്പിളായിട്ട് ഇതുവരെ വന്നിട്ടില്ല, അതായത് ഒരു പെയറായിട്ട് ഓഡിയൻസ് ഇതുവരെ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുമില്ല അല്ലേ? അങ്ങനെയല്ലേ പോകുന്നത്? അപ്പോ എങ്ങനെയാണ് ഇനി എന്തെങ്കിലും ഒരു സസ്പെൻസ് എലമെന്റ് നിങ്ങളുടെ ഇതിൽ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല, കാരണം ഒരു നോവലായിട്ട് ഓൾറെഡി വന്നേക്കുന്നതുകൊണ്ട് സസ്പെൻസ് ഒന്നും അധികം ഇല്ലാന്ന് തോന്നുന്നു. കഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം, നോവലുള്ള പോലെ തന്നെ അങ്ങനെ തന്നെയാണ് ബേസ് ചെയ്തിട്ട് അതേപോലെ ആയിരിക്കും. അപ്പൊ ഉടനെ തന്നെ നിങ്ങൾ കണ്ടുമുട്ടാറായിരിക്കും. ആയിട്ടുണ്ടാവും. കഥ നമ്മളല്ലല്ലോ എഴുതുന്നത്, ജോയ്സ് സാറിനോട് ചോദിക്കേണ്ടി വരും. ശരിക്കും ഓഡിയൻസ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവരങ്ങനെ ആഗ്രഹിക്കണം, എന്നാലേ നമ്മളെ കൊണ്ടുവരും. വില്ലൻ ഷെയ്ഡിൽ നിന്നും ഒരു എന്താ പറയാ നന്മയോളിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത്തിരി ഓവർ നന്മയാ. ഇപ്പൊ വീട്ടിൽ അലീന ഞാനാ, തൂത്ത് തുടയ്ക്കുന്നു, തേങ്ങ ചിരണ്ടുന്നു, എല്ലാ പണിയെടുക്കും. എന്നാലും ഒരു കൊച്ചിനെ കൊണ്ടുപോയി റേപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുപോയിട്ട് ചെയ്തില്ല കൊണ്ടുപോയിട്ട് പിന്നെ പെട്ടെന്നൊരു റൂട്ട് മാറുന്നു. എന്താ അവിടെ നടക്കുന്നേ? അതാണ് ഞാനും ആലോചിക്കുന്നത്, എന്തൊക്കെയാ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയതിലൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് റോഹിത് എന്ന് പറഞ്ഞിട്ട്. നല്ലൊരു ആർക്കുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാനത് ഇതുവരെ ഇന്നലെ വരെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടും വളരെ സന്തോഷത്തോടെയാണ് അത് ചെയ്തത്. കെസിക്ക് ഒരുപാട് ഇമോഷൻസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്. ഏത് ഇമോഷനാണ് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും? ദേഷ്യം ആണ്. അതാകുമ്പോ പെട്ടെന്ന് എന്റെ വായിൽ നിന്ന് വന്നോളൂ. കരച്ചിലൊക്കെ പാടാ, ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ദേഷ്യമാകുമ്പോ നമ്മുടെ ഇമോഷൻസ് എല്ലാം അങ്ങ് ദേഷ്യം എല്ലാം അങ്ങ് ഇടും ഞാൻ. വേറെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ ഇടാലോ. അത് ശരിയാ. ആ ഫ്രസ്ട്രേഷൻ അങ്ങ് തീർക്കാം. ഞാന് എപ്പോഴും ഫോൺ കോൾ വിളിച്ചിട്ട് രോഹിത്, ഞാൻ ദ്രോഹി എന്നാ വിളിക്കുന്നത്. അതന്നെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടാ വിളിക്കുന്നത്. ഞാൻ എപ്പോഴും പ്രാകുന്ന ഒരു വ്യക്തിയാ. ഇത് ആൾക്കാർ വിചാരിക്കും ശരിക്കും ഇവര് തമ്മി അലീനയും രേവതിയും നിന്ന് സംസാരിക്കുന്ന രോഹിത്തിന്റെ കാര്യമാണ്. അപ്പൊ മൊത്തം ഇത് തന്നെ. എന്നെ ഇപ്പൊ ശരിക്കും വിളിച്ചാലും ഇപ്പൊ ചെറുപ്പം മുതലേ ഒരുപാടധികം ഇമോഷണൽ സീൻസ് കെസിയ ചെയ്തിട്ടുണ്ട്. കുറെ കരച്ചിലായിട്ടാണെങ്കിലും കുറെ അധികം ചെയ്തിട്ടുണ്ടല്ലോ. ശരിക്കും അത്രയും ചെറുപ്പത്തില് ഈ കരയാനൊക്കെ പറയുമ്പോൾ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ടോ അതോ തന്നെ കരഞ്ഞിട്ടുണ്ടോ? പണ്ടൊക്കെ ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്യും. എനിക്ക് കരയാനൊന്നും അങ്ങനെ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ ഞാൻ ഗ്ലിസറിൻ യൂസ് ചെയ്യും. ഇപ്പൊ ഏകദേശം ഞാൻ എനിക്ക് ഇപ്പൊ ഗ്ലിസറിൻ അലർജിയാ. അപ്പൊ ഞാൻ ഗ്ലിസറിൻ ഇല്ലാതെ കരയുന്നത്. പണ്ടൊക്കെ ഞാൻ ഗ്ലിസറിൻ ഇട്ട് കരയുമായിരുന്നു. എങ്കിൽ പോലും ആ ഇമോഷൻസ് വരാൻ പാടായിരുന്നു, നമ്മളും കൂടി കരയണ്ടേ, അതൊക്കെ പാടായിരുന്നു. പിന്നെ എനിക്ക് എന്നെ ബിൻസാര മഞ്ഞൂരും കാലത്തിലെ എന്നെ കരയാനും എന്നെ എല്ലാം ചെയ്യിപ്പിച്ച ബിൻസാർ. അപ്പോൾ ബിൻസാർ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു, ഇങ്ങനെ ചെയ്ത് തരണം, ഇവരെ കാമായിട്ടെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ പിന്നെ ബിൻസാറിൽ പറഞ്ഞു തന്ന ശേഷം പിന്നെ എനിക്ക് എല്ലാം ഭയങ്കര ഈസി ആയി തോന്നി. അതുകൊണ്ട് ഇപ്പോൾ കരയുന്ന സീനിൽ ഗ്ലിസറിനിൽ ഞാൻ കരയാൻ പഠിച്ചു. പിന്നെ ഞാൻ നോർമലി കരയാൻ, ഇപ്പോൾ ഗ്ലിസറിൻ ഇല്ലാതെയും കരയാനൊക്കെ പഠിച്ചു. അങ്ങനെ പാട് പിന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം ആ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പിന്നെ എനിക്കില്ല. ഇങ്ങോട്ട് വരുവാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് മൊത്തം ആദ്യമേ ഒക്കെ നമുക്ക് എങ്ങനെയും ഒക്കെ ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞു വരും. പിന്നെ എന്നും കരച്ചിലാവുമ്പോൾ എങ്ങനെ വരും? ഗ്ലിസറിൻ ഇട്ടിട്ട് എന്റെ കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ ഇരുണ്ട് മറ്റേ വാസുണ്ണനെ പോലെ. നമ്മളിപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും വീട്ടുകാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരു സെക്യൂർഡ് ജോബല്ല, ഒരു 9 to 5 ജോബല്ല.
അപ്പോ അങ്ങനെയുള്ള ഒരു പ്രഷർ 9 to 9 ജോബ് 9 to 9 അല്ല 6:30 to 9:30 ജോബ്. അപ്പൊ അങ്ങനെ വരുമ്പോ വീട്ടുകാരിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്, എപ്പോഴും ഉണ്ട് ആ തോന്നൽ. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ പോലെ ഞാൻ എവിടെ ആയില്ല എന്നൊരു തോന്നലുണ്ട്. അത് മേ ബി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരുപാട് ആഗ്രഹിക്കുന്നത് നല്ലതാണ്, ചില സമയത്ത് അത് മോശമാണ്. നമ്മൾ അതിനനുസരിച്ച് ഓവർ തിങ്ക് ചെയ്യും, പിന്നെ എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്, പ്രഷറൊക്കെ ഉണ്ടായിട്ടുണ്ട്. കെസിയുടെ വീട്ടിലെ പ്രഷർ ചോദിക്കുന്നില്ല, സപ്പോർട്ട് എങ്ങനെയാണ്? സപ്പോർട്ട് എൻ്റെ അമ്മയെക്കാളും കൂടുതൽ അച്ഛനാണ്. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനാണ് ഇങ്ങനെ ചെയ്യണം, നീ ഇതിൽ ചെയ്യണം. അച്ഛനായിരിക്കും ഭയങ്കര എൻകറേജ് ചെയ്യുന്നത്. ഇപ്പം അടുത്ത സീനിൽ നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയും, ഓക്കെ അടുത്ത ഇന്റർവ്യൂവിൽ നീ ഇങ്ങനെ പോ, ഇങ്ങനെ അങ്ങനെ അച്ഛനാ കുറച്ചും കൂടി എൻകറേജ് ചെയ്യുന്നത്. അമ്മ ഉണ്ട് എങ്കിൽ പോലും അച്ഛൻ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയും. അഥവാ ഞാനിപ്പോൾ ഒരു സീൻ ചെയ്തത് അച്ഛക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് പറയും, ഇങ്ങനെ അല്ലടി നീ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അച്ഛൻ കൂടുതൽ എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവാണ്. എൻ്റെ മുത്തശ്ശി എല്ലാവരും സപ്പോർട്ടീവാണ്. പക്ഷെ പഠിത്തം കളഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് മാത്രം. ഒരുപാട് ബുദ്ധിമുട്ടി ഒരു ഫീൽഡിലേക്ക് വന്ന ഒരാളാണ് എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അത്രയൊരു സ്ട്രഗിളിൽ നിൽക്കുമ്പോഴും മുന്നോട്ട് പോകാനുണ്ടായിരുന്ന ഒരു എന്താ പറയാ മോട്ടിവേഷൻ എന്തായിരുന്നു? അല്ല, ഞാൻ വളരെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മറ്റേ തത്വം പറഞ്ഞിലൂടെയൊക്കെ ആയിപ്പോവും. മോട്ടിവേഷൻ ഞാൻ എന്നെ തന്നെ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്നെ തന്നെ സ്ക്രീനിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പം മുതലേ കണ്ണാടി നോക്കി അഭിനയിക്കുകയും കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കും. എനിക്ക് എൻ്റെ ഫോട്ടോ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പല ഇങ്ങനെ ഈ പറഞ്ഞ പോലെ റിജക്ഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് അവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു ദിവസം കരയും, 2 ദിവസം കരയും, പിന്നെ 3-ാമത്തെ ദിവസം ആകുമ്പോൾ അത് പോയി നമുക്ക് അടുത്ത് നോക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ വന്നു തുടങ്ങും. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അതെ. അപ്പോൾ മോട്ടിവേഷൻ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ വർക്ക് അപ്രിഷിയേറ്റ് ചെയ്യുന്നതുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആരും അധികം കണക്ഷൻസ് ഇല്ല, നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല. അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. ഓവർ കോൺഫിഡൻസ് കാരണം എപ്പോഴെങ്കിലും കുഴി പോയി ചാടിയിട്ടുണ്ടോ? അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും അങ്ങനെ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അതെ, അങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളിലായാലും ഷൂട്ടിംഗ് സെറ്റിലായാലും എല്ലാം ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ചെയ്യും. ലാസ്റ്റ് പണി കിട്ടുമ്പോൾ പിന്നെ ഒതുങ്ങും. അതാ എൻ്റെ പരിപാടി. ഓവർ കോൺഫിഡൻസ് വേണമല്ലോ, ഇന്നലേക്ക് വല്ല കിട്ടും. എൻജോയ്മെന്റ് അല്ലേ? ശരിക്കുള്ള എന്തെങ്കിലും ഒരു സ്റ്റീരിയോ ടൈപ്പ് സീരിയൽസിലുള്ള അല്ലെങ്കിൽ ഒരു ക്ലീഷേ ഒരു സ്വഭാവം മാറ്റണം എന്ന് ഏതെങ്കിലും ഒരു സമയത്ത് തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും ഒരു പ്രാധാന്യം കൊടുക്കണമല്ലോ. ഗേൾസ് മാത്രമല്ലല്ലോ, ബോയ്സിനും അവരുടെ ആക്ടിങ് സ്കിൽസും അവരുടെ രീതി, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവും കാണാം. അപ്പോൾ മൂവീസിൽ നമ്മൾ അത് മോസ്റ്റ്ലി കണ്ടിട്ടുള്ളൂ. സീരിയലിലും നമ്മളങ്ങനെ കാണുമ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ എല്ലാവരും കാണുമ്പോൾ വേറെ ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് അങ്ങനെ ഓവറായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആക്ടിങ് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും കോസ്റ്റ്യൂം ഇതൊന്നും ചെയ്യുന്നില്ല. അവിടെ എല്ലാം ആണ് ഒരു ക്ലീഷ അവിടെ ബ്രേക്ക് ആയി. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സിനിമാറ്റിക് രീതിയിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതല്ല. അത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കണമല്ലോ. ഒന്നേ കാണുന്നവരെടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവരെടുക്കണം. രണ്ടുപേർക്കും ഒരു ചെറിയ ടാസ്ക്, ഒരു മിനിറ്റിൽ ഞാൻ രണ്ടുപേർക്കും ഒരു ടോപ്പിക് വരും, ഒരു കഥ പറയണം, ഒരു കഥാപ്രസംഗം പോലെ ഒരു കഥ പറയണം. അയ്യോ, ഓക്കെ, ഫസ്റ്റ് ഇവിടെ തുടങ്ങാം. അതായത് ഒരു കൊതുക് കാരണം പിരിഞ്ഞു പോകേണ്ടി വന്ന കാമുകന്റെയും കാമുകിയുടെയും കഥ. കൊതുക് കാരണം എങ്ങനെ വേണേലും പിരിയാം. ഒരിടത്തൊരു കൊതുകുണ്ടായിരുന്നു, ഒരു കാമുകനും ഉണ്ടായിരുന്നു, ഒരു കാമുകിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൊതുക് കാമുകനും കൂടെ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. രാത്രി പുതപ്പിൻ്റെ അടിയിലൊക്കെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഭയങ്കര കാറ്റും മഴയൊക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി പോയി ജനൽ തുറന്നിട്ടു. ആണ്ടറാ ഒരു കൊതുക് പറന്ന് വരുന്നു, ഉള്ളിലേക്ക് കയറുന്നു. മഴ പെയ്ത് തുടങ്ങിയില്ല. അപ്പോൾ കൊതുകിന് പറന്ന് എവിടെയെങ്കിലും പോകണമല്ലോ. അപ്പോൾ കൊതുക് നേരെ ചെന്നു. ഇവർ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് പുതപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാമുകിയുടെ മൂക്കിൽ കടിക്കുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് അവൻ ചോദിച്ചു, അയ്യോ എന്ത് പറ്റി? ഒരു കൊതുക്. അതെയോ, ഞാൻ വരണോ അങ്ങോട്ട്? ആ കൊതുക് പറന്നു പോകുന്നു. അങ്ങനെ ഇവൻ ആ കൊതുകിനെ പിടിക്കാനായിട്ട് പുറകിൽ പോകുന്നു. അങ്ങനെ പോയി ഒരു വേസ്റ്റ് ഒക്കെ കൂടി കിടക്കുന്ന ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് അവൻ ആ കൊതുകിനെ
എവിടെയോ കേട്ടിട്ടുണ്ടോ പോലെ അല്ലേ? ഇല്ല, ഞാനിത് ഇപ്പൊ ഉണ്ടാക്കി. അങ്ങനെ അവൻ ആ കൊതുകിനെ പിടിക്കുന്നു, എന്നിട്ട് ചോദിക്കുന്നു, നീ എന്തിന് എന്റെ കാമുകിയെ കടിച്ചു? മാപ്പ് വേണേ പറയിപ്പിക്കാം. കാണേണ്ടവർ എന്തിനൊന്നോടി ഇതാ കഥയായിട്ടൊട്ട് സാമ്യമില്ല. ഏത് കഥയായിട്ട്? ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കുമായിട്ട്. കഥ ഒരു കഥ ഉണ്ടാക്കാനല്ലേ പറഞ്ഞത്? കാമുകനും കാമുകിയും പിരിയാനുള്ള കാരണമാണ് അത്. പിരിഞ്ഞില്ല. ആണോ? ഞാൻ വഴി മാറിപ്പോയത്. വേണേ പിരിയാലോ. ആ കൊതുകിനെ പിടിച്ചപ്പോഴത്തേക്കും ആ കൊതുക് വീണ്ടും പറന്നുപോയി. ആ കാമുകിക്ക് കൊതുകിനെ കിട്ടിയില്ല, ഒന്നും ചെയ്തില്ല. കാമുകൻ ഇങ്ങനെ കഥ എങ്ങനെ വരാൻ പോകുന്ന ഇവിടെ ചോദിക്കുമ്പോ അയ്യോ. ചായയിൽ പഞ്ചസാര കൂടിയതിന് ഭർത്താവിനോട് പ്രതികാരം ചെയ്യുന്ന ഭാര്യയുടെ കഥ പറ. ആരെ പ്രശ്നം ഉണ്ടാക്കിയ? ഭർത്താവ് ചായയിൽ പഞ്ചസാര കൂടി. അപ്പൊ വിമ്മിട്ട് പിഴിഞ്ഞു കൊടുത്തിട്ട് കൊടുത്തു. കഥ പറ. കഥയായിട്ട് പറയണോ? പിന്നെ ഞാൻ ഒരിടത്ത് ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അപ്പൊ ഭർത്താവിന് അന്ന് ഓഫീസിൽ പോകാനായിട്ട് പെട്ടെന്ന് പോണായിരുന്നു. അപ്പൊ ചായ വേണം പറഞ്ഞപ്പോ ധൃതിയിൽ പഞ്ചസാര കൂടിപ്പോയി. അങ്ങനെ എടുത്ത് കൊടുത്തപ്പോ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അറിഞ്ഞിട്ട് പറഞ്ഞു, കൊള്ളത്തില്ല, ഇത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ദേഷ്യം കൂടിയിട്ട് വിമ്മ് കലർത്തി കുറച്ച് ഉപ്പിട്ടു പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് കുടിച്ചു. ലേറ്റ് ആയിപ്പോയി. അങ്ങനെ കുടിച്ചിട്ട് വന്നപ്പോ ആൾക്ക് അവസാനം വയറുവേദന വന്നപ്പോ ഹോസ്പിറ്റലായപ്പോ ഭാര്യ പറഞ്ഞു, ഭർത്താവ് എന്നെ എന്താ പീഡിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. മാനസികമായി പീഡിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് എന്ത് പറഞ്ഞു? എനിക്കറിയൂ, ഞാനാണോ കഥ ഉണ്ടാക്കിയത്? ഭർത്താവ് പറഞ്ഞു എനിക്ക് വിമ്മ് കലർത്തിയാ തന്നേന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ എന്ത് പറഞ്ഞു? എനിക്കറിയത്തില്ല കഥ എങ്ങനെ ഉണ്ടാക്കണേ. ഇതിലും നല്ല കഥ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ എത്ര കൊറിയൻ പടം മലയാളം. അങ്ങനെ ഭാര്യയ്ക്ക് അവസാനം വിഷമം വന്നിട്ട് ഭാര്യ അവസാനം എന്ത് ചെയ്തു? ഒരു മരുന്നും എടുത്തു. അപ്പൊ ഭർത്താവ് വിചാരിച്ചു നോക്കി സ്നേഹത്തിലായിരിക്കും തന്നേന്ന് പറഞ്ഞു. ഭർത്താവ് അത് കഴിച്ചു. പക്ഷെ അത് കൊല്ലാനുള്ള മരുന്നായിരുന്നു. കഷായം. അങ്ങനെ ഭർത്താവ് മരിച്ചു. എന്നിട്ട് ആ ഭാര്യ വേറൊരുത്തിന്റെ കൂടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചു. എന്നിട്ട് ആ ഭർത്താവ് പ്രേതായിട്ട് വന്നു. എന്നിട്ട് ആ ഭാര്യ ഇതൊരു ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞതിലൊരു രസമുണ്ടായിരുന്നു. ഇനി ഇതുപോലത്തെ വല്ല ടാസ്ക് ഇതുപോലെ തന്നെ ഇതിലും വലിയൊരു ടാസ്ക് വരുന്നുണ്ട്. അയ്യോ. അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങോട്ട് പോരെ. അവിടെയോ? ഇനി ഞാനാണോ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്? അങ്ങനെയാണോ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇത് രണ്ട് വെച്ചോ. ഇത് മറ്റേ ഞാനൊരു ഡയലോഗ് പറയും, അത് ആളെ കൊണ്ട് പറയിക്കണം. ഞാനിപ്പോ പാട്ട് വെക്കാം. അപ്പൊ ഞാനാണ് ഇനി നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. എന്തേലും ഒന്ന് പറഞ്ഞു. എന്റെ കണ്ണ് നിറഞ്ഞാൽ ഈ വീട് ഞാൻ കത്തി. ഇതാണോ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? സംസാരിച്ചു പറഞ്ഞു. ആക്ഷൻ കാണിച്ചാ പറ്റില്ല. ഇല്ല, സംസാരിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞാൽ അടിച്ചോ? കൊന്നു. എന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞാൽ നിറഞ്ഞാൽ കണ്ണ് കുത്തിപ്പൊട്ടി. നിറഞ്ഞാലടി. കണ്ണ് നിറയുന്നു. നിറഞ്ഞാൽ. കണ്ണ് നിറഞ്ഞാൽ. ഈ വീട്. എന്റെ കണ്ണ് നിറഞ്ഞ. ഈ വീട്. വീടോ? എന്റെ കണ്ണ് നിറഞ്ഞാൽ വീട്. ഈ വീട് ഇടിഞ്ഞു പോവും. കണ്ണ് നിറഞ്ഞാൽ ഈ വീട്. ഞാൻ കത്തിക്കും. ഞാൻ കണ്ണീര് അല്ല കണ്ണ് നിറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ലേ? ഇങ്ങനൊന്നും അല്ലല്ലോ നീ ഇപ്പൊ പറഞ്ഞ്. ഞാൻ കണ്ണ് നിറഞ്ഞാൽ ആദ്യം മുതൽ പറ. എന്റെ കണ്ണ് നിറഞ്ഞാൽ വീട് കത്തിക്കും അല്ലേ? ഏകദേശം. ഈ വീട് അവിടെ വേർഡുണ്ടോ? ഞാൻ വീട് കത്തിക്കും. എന്റെ കണ്ണ് നിറഞ്ഞാൽ ഞാൻ വീട് കത്തിക്കും. അത് പറയിപ്പിക്കാം. കൊച്ചു പറയും. എന്റെ കണ്ണ് പറഞ്ഞാൽ ഞാൻ ഈ വീട് കത്തിക്കും. ഈ മാത്രമേ മിസ്സായുള്ളൂ, ബാക്കി കറക്റ്റ്. ഞാൻ പറഞ്ഞു തന്ന കണ്ടല്ലോ, തിരിച്ചതുപോലെ പറഞ്ഞു തന്നില്ലെങ്കില് കൊറേ എഴുതിയിട്ടുണ്ടെന്ന് തോന്നല്ലോ. അവളുടെ ഓർമ്മ തിരിച്ചു വന്നാൽ നമ്മൾ രണ്ടുപേരും ജയിലിലാകും.
അവളുടെ അവളുടെ എന്താണിത്? അവളുടെ ആ ആ ആ വ വാ ള ലാ ഡു യു ഐ ലവ് യു. അവളുടെ അവളുടെ ആ ഓർമ്മ ഒരുമ അതെ അതെ ഒരുമ. എരുമ അതെ അവളുടെ എരുമ. ഓർമ്മ. കൈ ആക്ഷൻ കാണിക്കരുത്. ആണോ? ആക്ഷൻ കാണിച്ചോ? ഞാൻ പിടിക്കാം. No. Foul. ഓർമ്മ തിരിച്ചു വന്നാൽ Okay. അവളുടെ ഓർമ്മ തിരിച്ചു വന്നാൽ ആ ഇത് കേട്ടെന്ന് വന്നു കേട്ടോ. ഒന്നുമില്ല. അത് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ തിരിച്ച അത് കോമൺ സെൻസ്. നമ്മൾ ആ നമുക്ക് നമ്മൾ തമ്മിൽ നമ്മൾ ആ അവളുടെ ഓർമ്മ തിരിച്ചു വന്നാൽ നമ്മള് ജയിലിലാവും. ജയിലിലാവും. ഇത് കേക്കാട്ടോ. അത് കേക്കാൻ തോന്നുന്നു. ന്നാ. വേറെ ഉണ്ടോ? വേറെ തരാം. വേറെ ആഹാ, വെക്ക്. ഇവിടെ വേറൊരു പാട്ട് പറഞ്ഞു. ഈ നീ ഈ ഈ സ്വത്തുക്കൾ ചോറുണ്ടാലോ. ചോറല്ല. സ്വത്തുക്കൾ ഈ സ്വത്തുക്കൾ ഇതെന്താ തൊട്ടോ ഇതെന്താ സോഫ ആ സോ ആ സ്വത്തുക്കൾ സ്വത്തുക്കൾ ഈ സ്വത്തുക്കൾ എന്റെ ഈ സ്വത്തുക്കള് എന്റെ എന്റെ കുറഞ്ഞ്. ആ. എന്റെ എന്റെ പേരിൽ ഈ സ്വത്തുക്കൾ എന്റെ പേരില് എന്റെ പേരിൽ എന്റെ പേര് എഴുതിയേ പറ്റൂ. ഈ സ്വത്തുക്കൾ എന്റെ പേരിൽ എഴുതിയേ പറ്റൂ. ഇത് കേക്കാം. നാ, ഇത് നാ. കേക്കാം. നാ, ഞാൻ പറഞ്ഞു കുറച്ച് എന്താ പറയാ ടഫായിട്ടുള്ള തരൂ. ബാ. ആ താലിച്ചെറിട് പൊട്ടിച്ചെറിയാൻ എനിക്കൊരു നിമിഷം മതി. ഏത് സീരിയലാ കണ്ടെന്നല്ലേ ആ താലിച്ചരട്. ഞാനോ? ആ താലിച്ചരട് അസലോ? അതാരാ? ഏ? ആ ആ ആ താലി ആയി ആ ഊ ആയി താലി 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 താലി. ഹാർട്ട് ലവ് നെഞ്ച് ആ താലിച്ചരട്. താലിയാണോ? ആ. ആ താലിച്ചരട് കേട്ടു. ആ സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ട് ആ താലിച്ചരട് പൊട്ടിച്ചെറിയാൻ. പൊട്ടിച്ചോ? ആ ആ എറിയാൻ. താലിച്ചരട് പൊട്ടിച്ച് എറിയാൻ എറിയാൻ പോണം. പോണം അങ്ങോട്ട് പോണം. ആ താലിച്ചരട് പൊട്ടിച്ചെറിയാൻ. ആ താലിച്ചരട് പൊട്ടിച്ചെറിയണം. ആ പൊട്ടിച്ചെറിയാൻ. എറിയണം. എറിയാൻ എറിഞ്ഞാൽ എറിയാൻ ഞാൻ എറിയാ എറിയാ എറിയ പൊട്ടിച്ചെറിയാൻ. പൊട്ടിച്ചെറിയാ പൊട്ടിച്ചെറിയാൻ എനിക്ക് അധികം സമയം വേണ്ട. പൊട്ടിച്ചെറിയാൻ എനിക്കോ? ആ എനിക്ക് പൊട്ടിച്ചെറിഞ്ഞ എനിക്ക് ആ, എനിക്ക് 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 ആ ആ ശരിയാണല്ലോ അവള് പറഞ്ഞല്ലേ. പൊട്ടിച്ചെറിയാൻ എനിക്ക് അധികം സമയം വേണ്ട. എനിക്ക് അധികം സമയം വേണ്ട. ആ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. കഴിഞ്ഞില്ലേ ടാസ്ക് ഒക്കെ? ആ ഇനി പറയൂ എന്താണ് കാജലിന്റെ വിശേഷങ്ങളൊക്കെ? അപ്പൊ നമുക്കതങ്ങ് വൈൻഡ് അപ്പ് ചെയ്താലോ? അങ്ങനെ ആവാം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായി. നന്നായിട്ട് വിജയകരമായി നമ്മളുടെ 1 മണിക്കൂർ ഇന്റർവ്യൂ ഇവിടെ സന്തോഷപൂർവ്വം അവസാനിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം, സിനിമയായിരിക്കുമല്ലോ. അതെ അതെ, അതിലേക്ക് എത്തിപ്പെടാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ. നല്ല 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 വേഷങ്ങൾ ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.